ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 90s ബുള്ളറ്റ്. 90s ബുള്ളറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ വീഡിയോസ് ഒന്നും ചെയ്യാതെ അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പല വെബ്സൈറ്റുകളിൽ നമ്മൾ കയറാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മെയിലുകൾ നമ്മുടെ മെയിലിലേക്ക് വരും, പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള മെയിലുകൾ നമ്മുടെ മെയിലിലേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ലോഗിൻ ചെയ്യുന്ന വെബ്സൈറ്റുകൾ അവർ വലിയ മാർക്കറ്റിംഗ് ഏജൻസിക്കും നമ്മുടെ മെയിൽ വിറ്റാൽ അതിനകത്തേക്ക് കുറേ പ്രൊഡക്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ മെയിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒന്നാമത് സ്റ്റോറേജ് ഇഷ്യൂ, രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് മെയിലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മുങ്ങിപ്പോവും. ഒരുപാട് മെയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വെബ്സൈറ്റുകളിലൊക്കെ ഒരു ടെമ്പററി ഇമെയിൽ ഐ ഡി, അതായത് നമ്മളുടെ മെയിൽ ഐ ഡി അല്ലാതെ വേറൊരു ഇമെയിൽ ഐ ഡി എങ്ങനെ കൊടുക്കാം, അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കൊടുക്കാം, ആ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 90s ബുള്ളറ്റ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെലിഗ്രാം ബോട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം dropmail.me എന്ന് പറയുന്ന ബോട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ബോട്ടാണ്, ഈ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ അവിടെ സ്റ്റാർട്ട് എന്ന് കാണാം, ആ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെ ന്യൂ അഡ്രസ്സ് എന്ന് കാണാം, ആ ന്യൂ അഡ്രസ്സിൽ കൊടുത്താൽ നമുക്ക് ഒരു മെയിൽ ഐ ഡി കിട്ടും, താൽക്കാലികമായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കിട്ടും. അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഏത് വെബ്സൈറ്റിലാണോ നമുക്ക് ഇമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ നമുക്കൊരു OTP വരും. ആ OTP വരുന്നത് നമ്മുടെ ടെലിഗ്രാമിലേക്കാണ്. ആ ടെലിഗ്രാമിൽ നിന്ന് ആ OTP എടുത്തിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി മാത്രമാണ്. ഇതിന് എത്ര ലൈഫ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് ഇല്ലാതാവും. അപ്പോൾ 90s ബുള്ളറ്റിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.